ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം സാത്താനെ ജയിച്ച് മുന്നേറുന്ന സഭ എന്നാകുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ, നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. സകല മനുഷ്യർക്കും വേണ്ടി നാം സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 2:1. ഒന്നാമതായി തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ പ്രബോധിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടേതായിരുന്നെങ്കിൽ ദൈവം വിളിച്ച പലരെയും നാം വിളിക്കുകയില്ലായിരുന്നു, പ്രത്യേകിച്ചും നമ്മുടേതല്ലാത്ത ക്രിസ്തീയ ഗ്രൂപ്പുകളിൽപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ദൈവം നമ്മൾ എല്ലാവരെയും വിളിക്കുന്നത്. നമുക്ക് അവരെക്കുറിച്ചുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ദൈവത്തിന് അവരെക്കുറിച്ച് ഉള്ളത്. നാം ജ്ഞാനികളായെങ്കിൽ നമ്മുടെ അഭിപ്രായം മാറ്റുകയും അതിനെ ദൈവത്തിൻ്റെ അഭിപ്രായത്തോട് പൊരുത്തമുള്ളതാക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ വില പോകില്ല എന്ന് മനസ്സിലാക്കി ദൈവം തന്നെ എല്ലാവരെയും തിരഞ്ഞെടുത്തു, ദൈവകൃപയ്ക്കായി കണ്ടു. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ ആലോചന ഇതാണ്: ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ഒരിക്കൽ നാം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മനുഷ്യർക്കും വേണ്ടി സ്തോത്രം ചെയ്യാനും നമുക്ക് കഴിയും. പിന്നീട് എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടിയും നമ്മുടെ സ്വർഗീയ പിതാവ് സർവാധികാരിയായി എല്ലാ ജനങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും ഭരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഈ അറിവ് മൂലം നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യം ഐഹികമല്ല, സ്വർഗീയമാണെന്ന് നാം തെളിയിക്കുന്നു. അപ്പോൾ സാത്താന്യ ശക്തിയുടെ ബലം, നമ്മുടെ മേലുള്ളതായ സ്വാധീന ശക്തികൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ അവസ്ഥയിൽ മാത്രമേ സാത്താനെതിരായി ഫലപ്രദമായ ഒരു പോരാട്ടം നടത്തുവാൻ നമുക്ക് കഴിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12:8 സ്വർഗത്തെപ്പറ്റി എഴുതിയിട്ടുള്ളത്. ആ വചനം ഇങ്ങനെയാണല്ലോ: സ്വർഗത്തിൽ സാത്താനും അവൻ്റെ സൈന്യങ്ങൾക്കും സ്ഥലമുണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകണം. നമ്മുടെ ഹൃദയങ്ങളിൽ, ഭവനങ്ങളിൽ, സഭകളിൽ സാത്താനും അവൻ്റെ സൈന്യങ്ങൾക്കും യാതൊരു സ്ഥാനവും ഉണ്ടാകരുത്. സ്തോത്രത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നരകത്തിൽ സ്ഥാനം ലഭിക്കുകയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പരാതി പറയുന്നവരും അവകാശവാദം മുഴക്കുന്നവരുമാണ് നരകത്തിലെത്തുന്നത്. അതുകൊണ്ട് ആരും മറ്റുള്ളവരെക്കുറിച്ച് പരാതി പരിഭവങ്ങളൊന്നും പറയാതെ ദൈവകൃപയിൽ നിൽക്കണം. അവർ ഭൂമിയിൽ അപ്രകാരമായിരുന്നു. അതുകൊണ്ട് ഈ ലോകം വെടിയുമ്പോഴും അവർ അതേ മനോഭാവത്തിൽ തുടരും. നരകത്തിൽ ചെന്നാലും അവരുടെ തുടരുമെന്നാണ്. അപ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും പെറുപെറുപ്പിൻ്റെയും പരാതിയുടെയും ആത്മാവിനാൽ ദുഷിതരാക്കുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് എതിരായി, എന്തിന് ദൈവത്തിനെതിരായി പോലും അവർ പരാതിപ്പെടുന്നു. ഇതുമൂലം തനിക്കെതിരായ പോരാട്ടത്തിൽ സാത്താൻ അവരെ ശക്തി അറ്റവരാക്കി തീർത്തിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ കർത്താവിൻ്റെ വചനം ചിന്തിച്ചപ്പോൾ പറഞ്ഞത്: നമ്മുടെ ഹൃദയങ്ങളിലും ഭവനത്തിൽ നിന്നും സഭകളിൽ നിന്നും സാത്താൻ്റെ സൈന്യങ്ങൾക്കും യാതൊരു സ്ഥാനം ഉണ്ടാകരുത്.
അതിനായി നമുക്ക് പോരാടി സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.